ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ 45% ആൾക്കാരുടെയും പേഴ്സൺ വളരെ ബിന്ദാസ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത്. ആർക്കും ഇവരെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ഇവരുടെ ഫാമിലിയും വളരെ ബ്രോഡ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്താണോ ആഗ്രഹം അത് ഇവർ നടപ്പിലാക്കുമെന്നുള്ള ആ ഒരു എനർജിയിലാണുള്ളത്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവർ നടപ്പിലാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബാക്കി 55% ആൾക്കാരുടെയും പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ലൈഫിൽ തന്നെ ആരോ ഒരാളുണ്ട് ഇവരെ തടസ്സപ്പെടുത്തുവാനായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ അതർ സിറ്റുവേഷൻ കാരണം നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സ്റ്റക്കായിട്ട് ഇരുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് കാരണം ഇവരെ കൊണ്ടൊരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. ഇവർ കംപ്ലീഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, വെയിറ്റിങ്ങിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിപ്രഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആഗ്രഹിച്ചിട്ട് പോലും ഒരു ഡിസിഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ചിട്ട് പുറത്തു വരുവാനുള്ള എനർജിയിലാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന എനർജി നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്താണോ അതിനെ എൻഡ് ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവർക്ക് ആഗ്രഹം നിങ്ങൾ തമ്മിലുള്ള എല്ലാ അകൽച്ചയും മാറ്റണമെന്നൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് നേരെ മെസ്സേജ് ചെയ്യുവാനുള്ള വൈബ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ വിഷാണ് നിങ്ങളുടെ കൂടെ ഒരു പുതിയ തുടക്കം ഉണ്ടാവുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളുമായിട്ട് യൂണിയനിലാവുക. ഇതെല്ലാം ഇവരുടെ വിഷാണ്. ഇവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ യൂണിയനിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം വെയിറ്റിങ്ങിൽ വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള കർമ്മയുണ്ട്. അത് കാരണമാണ് ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പോലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇമാജിനേഷൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആ ഒരു എനർജിയിലാണ് ഉള്ളത്. എനിക്ക് ഈ ബന്ധത്തിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ പറ്റുമോ, സ്റ്റാൻഡ് എടുത്താലും എങ്ങനെ ഞാൻ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഒരു കാര്യത്തിനെ കുറിച്ചും രണ്ട് രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഴ്സൻ്റെ എനർജിയിൽ കർമ്മ പാക്കേജ് റിലീസ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ കർമാസ് എന്തൊക്കെയുണ്ട് അതൊക്കെ റിലീസാകുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്പർ 6 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ നടക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ബ്ലോക്കേജസ് കാരണമാണ് സ്റ്റാൻഡ് എടുക്കുവാൻ പറ്റാതിരുന്നത്. ഇനി ഇവർ സ്റ്റാൻഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് 6 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 16 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 6 ഡേയ്സിനുള്ളിൽ റെസൊണേറ്റ് ആകുന്നതാണ്. കുറേ ആൾക്കാരുടെ പേഴ്സൺ 6 ഡേയ്സിനുള്ളിൽ അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവരുടെ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ മെജീഷ്യൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് ഇവർ അച്ചീവ് ചെയ്യുമെന്നുള്ള എനർജിയിലാണുള്ളത്. ഒന്നുകിൽ ഇവർ സ്വന്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കാം, അല്ല എങ്കിൽ ഡിവൈൻ്റെ ഇടപെടലോടെ ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവർ നടപ്പിലാക്കും. ആര് പറയുന്നത് ഇവർ കേൾക്കത്തില്ല. നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരുന്ന ഇനി അത് മുന്നോട്ട് പോകുന്നതാണ് നെക്സ്റ്റ് ആക്ഷനിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എല്ലാ ഡെവലിഷ് ആയിട്ടുള്ള എനർജിയും റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഇവരുടെ നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ള എന്തൊക്കെ എനർജീസാണോ എന്തൊക്കെ സിറ്റുവേഷനാണോ ഉള്ളത് അതിനെ നേരിട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ. കുറച്ച് സമയമെടുക്കും. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ്, സെലിബ്രേഷൻ ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ കുറച്ചൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പേഷ്യൻസ് ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി. ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ പൈസ ഇല്ലാത്തത് കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ചില ആൾക്കാരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം, ചില ആൾക്കാരുടെ ലൈഫിൽ ലോകം, ആൾക്കാർ, സമൂഹം, കാസ്റ്റ്, കൾച്ചർ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രോബ്ലംസ് അത് കാരണമാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു പ്രോബ്ലംസ് എല്ലാം നേരെയാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവർ സ്റ്റാൻഡ് എടുക്കും. നിങ്ങളപ്പോൾ വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന. ഇന്നത്തെ റീഡിങ്ങിൽ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് പറയുന്നത് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ നിങ്ങളൊരു സ്റ്റാറിനെ പോലെ തിളങ്ങുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലവ് ലൈഫിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഒരു ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഡിവൈൻ്റെ എന്തൊക്കെ പവർ ഉണ്ടോ അതെല്ലാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ആരോടും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ വഴക്കിടാൻ പോകരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.